ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ കാണാനായിട്ട് കൊളത്തുപുഴയിൽ പോയ മനുവിനെക്കുറിച്ച് പിന്നെ യാതൊരു വിവരവുമില്ല. അങ്ങനെ ബാലചന്ദ്രൻ അവനെ വിളിക്കുന്നുണ്ട്. അല്ല മനു, നീ അലീനയെ കാണാൻ ഇന്നലെ പോയില്ലേ? ആ അങ്കിളെ പോയി. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നു? സ്റ്റാലിൻ ജോസഫ് നിന്നെ വിരട്ടി വിട്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും എന്തോന്ന് സംഭവിച്ചല്ലോ. നീ എന്താ പോയി വന്നിട്ട് എന്നെ വിളിക്കാനത്? നീ അവളെ കണ്ടില്ലേ? കണ്ടു അങ്കിളെ. എന്താ മനു, എന്താ കാര്യം പറ. അത് പിന്നെ ഞാൻ അങ്ങോട്ട് വരാം, അങ്കിള് വീട്ടിലില്ലേ എന്ന് ചോദിച്ച് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരാണ്. മനുവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അത്ര പന്തിയല്ല കാര്യങ്ങളെന്ന കാര്യം ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. എന്ത് പറ്റി നിന്റെ മുഖത്തിങ്ങനെ? അത് എന്താ മനു, എന്താണെങ്കിലും പറ. അലീനെ എനിക്ക് നഷ്ടപ്പെടുമെങ്കിലേ ഒരിക്കലും അവളുടെ അച്ഛൻ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ല. അയാൾ അങ്ങനെ പറഞ്ഞോ? ആ, എന്നോട് പറയുക മാത്രമല്ല, അലീനയെ കാണാനായിട്ട് ഇനി ആ വീട്ടിലേക്ക് വരരുതെന്നും എൻ്റെ ശമ്പളം അവൾക്ക് അനാഥായ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും തികയില്ലെന്നും അതുകൊണ്ട് അതിനൊക്കെ പറ്റിയും സ്റ്റാറ്റസുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന്, പിന്നെ എൻ്റെ വീട്ടുകാരിലേക്ക് ഒരിക്കലും അവൾ വൈജയന്തിയുടെ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയക്കില്ലെന്നും പറഞ്ഞു. അവർ ചതിയന്മാരെന്നാണ് അയാളുടെ കണക്ക് കൂട്ടൽ. എന്നാലും അങ്കിലേ, ഞാനല്ലേ അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്, ഞാനല്ലേ അവളുടെ ആദ്യത്തെ ഗാർഡിയൻ. എന്നിട്ടിപ്പോൾ എന്നോട് അത് അയാൾക്ക് അറിയണ്ട. അയാളുടെ കണ്ണിൽ അയാളുടെ മകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കടപ്പാട്ടുള്ള ആളുകളെക്കുറിച്ചും നിനക്കറിയാലോ. അവരോടൊക്കെ തീർത്താ തീരാത്ത പക സ്റ്റാലിൻ ജോസഫിനുണ്ട്. ഞാൻ മലീനയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അതെ, നീ അയാളുടെ മുമ്പിൽ നിവർന്ന് പറയണം ചങ്കുറ്റത്തോടെ. എനിക്കറിയാം, ഞാൻ അവളെ വിവാഹം കഴിക്കും. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അലീന വരാൻ തയ്യാറാണെങ്കിൽ അവളെയും കൈപ്പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും. മനു, നീ എന്തായാലും ഇപ്പം പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട. അലീന എന്തായാലും ഇതിനെന്തായാലും അവൾ സപ്പോർട്ട് ചെയ്യില്ല. അവൾ എന്തായാലും അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കൂ. ഇനിയിപ്പോൾ എല്ലാവരും അവൾ ഉപേക്ഷിച്ചാലും അവൾ വിവാഹം വേണ്ടെന്ന ഒരു തീരുമാനത്തിലെത്തും. അതാണ് അലീന. നിനക്കറിയാലോ, അവൾക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ആ കണ്ണുകളിൽ നോക്കി എനിക്കറിയാം. അതെനിക്കറിയാമെങ്കിൽ പക്ഷേ അവളങ്ങ് തുറന്ന് സമ്മതിക്കില്ല. ഇതുവരെ അവളുടെ ഉള്ളിൽ ഒരു അനാഥയാണ്. അവളേക്കാൾ എത്രയോ ഒരു യോഗ്യതയുള്ള പെണ്ണിനെ എനിക്ക് കിട്ടുമെന്നാണ് അവളുടെ വിചാരം. പക്ഷേ അവളേക്കാൾ യോഗ്യത ഒരു പെണ്ണിനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലേ. എന്തായാലും മനു, നീ ഇപ്പോൾ വിഷമിക്കേണ്ട. അങ്ങനെ വീട്ടിലെത്തിയ മനുവിൻ്റെ ഫോണിലേക്ക് അലീന ഒരുപാട് ട്രൈ ചെയ്യണ്ട, സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ്. അങ്ങനെ മനുവിനെ വിളിച്ചിട്ട് കിട്ടാതാവുമ്പോൾ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയും, മോളെ അവൻ ഇവിടെ വന്നിരുന്നു. അവൻ ഒരുപാട് തകർന്നു പോയിട്ടുണ്ട്. വല്ലാത്ത വിഷമം. അവൻ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അച്ഛാ, പപ്പ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അത്രയും വേദനിച്ചിട്ടുണ്ടാവും ആ മനസ്സ്, എനിക്കറിയാം. നീ അവനെ ഒന്ന് വിളിക്കണേ. അവൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതെന്താ നിനക്ക് മാത്രം വിളിച്ചാൽ കേട്ടാത്ത? കുറച്ച് മുമ്പേ ഞാൻ വിളിച്ചിരുന്നല്ലോ. അങ്ങനെ അലീനെ ഫോൺ കട്ട് ചെയ്ത് മനുവിനെ വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. മനു ആ കോൾ എടുക്കുന്നുണ്ട്. എന്താ മനുവേട്ടാ? ഞാൻ മനുവേട്ടന് എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ എന്നോട് ഇത് ചെയ്യുന്നത്? ഞാൻ അവിടെ വരുന്നതും നിന്നെ കാണുന്നതും നിൻ്റെ പപ്പയ്ക്ക് ഇഷ്ടമല്ല. വെറുതെ എന്തിനാ? മനുവേട്ടൻ കഴിച്ചിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു. മനസ്സിലെ വിഷമടങ്ങ് ചെറിയൊരു ബഗ്, അത്രയേ ഉള്ളൂ. പക്ഷേ മനുവേട്ടന് ഇതൊന്നും ശീലമല്ലാത്തല്ലേ. പക്ഷേ ശീലമില്ലാത്ത കാര്യങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നതും. നിന്നെ മറക്കണമെന്നും നിന്നെ ഇനി കാണാൻ വരുതെന്നും പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ സഹിക്കും? എൻ്റെ ജീവനും നീയല്ലേ, അത് നിനക്കും അറിയാം. പക്ഷേ നീ ഇപ്പോൾ എല്ലാം അഭിനയിക്കുക. എന്താ മനുവേട്ടാ ഇതൊക്കെ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം. അന്നേരത്ത് സ്റ്റാലിൻ ജോസഫ് വന്നിട്ട് നമ്മുടെ അലീനയുടെ ഫോണങ്ങ് വാങ്ങാട്ടോ, ആരാ വിളിക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പുറത്ത് മനുവായിരിക്കും. ആ സമയം തന്നെ ഹലോ, നിന്നോട് ഞാൻ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞല്ലേ? പറയാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങോട്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ചതിയന്മാരും വഞ്ചകന്മാരുള്ള ആ വീട്ടിലേക്ക് എൻ്റെ മകളെ ഞാൻ പറഞ്ഞു വിടില്ല എന്ന് പറയുന്നുണ്ട്. അത് നോക്കാം. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കുകയും എൻ്റെ കൂടെ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞ് സ്റ്റാലിൻ അലീനയുടെ ഫോൺ എടുത്തുകൊണ്ട് പോവാം. പപ്പ, എൻ്റെ ഈ ഫോണ് കുറച്ച് നാൾ എൻ്റെ കയ്യിലിരിക്കട്ടെ. അങ്ങനെ അലീന എൻ്റെ ഫോണും നഷ്ടപ്പെടാൻ കേട്ടോ. അലീനക്ക് വലിയ ധർമ്മസങ്കടമാവാണ്. ആരെ കൂടെ ഞാൻ നിൽക്കണം? തെൻ്റെ പപ്പ ഞാനൊരു അനാഥയാണെന്ന് അറിഞ്ഞിട്ട് പോലും അന്ന് മുതൽ തന്നെ സ്നേഹിക്കുന്ന തന്നെ മനുവേട്ടൻ ആരെയും എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ അവൾ മനമുരുകി പ്രാർത്ഥിക്കുക. തനിക്ക് നല്ലൊരു വഴി കാണിച്ചു തരണേ ഈശോയെ. അവളുടെ മനസ്സിൽ താൻ ആരെയും വെറുപ്പിക്കാതെ മറ്റൊരു വിവാഹം കഴിക്കാതെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവാം എന്നാണ് അവൾ ചിന്തിക്കുന്നത്. 2 ദിവസമായിട്ടും അലീനയുടെ ഒരു കോള് പോലില്ല. തിരിച്ചു വിളിച്ചാൽ
സ്വിച്ച് ഓഫ്. അങ്ങനെ മനു ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാട്ടോ. മനു ജോലിക്കും പോകുന്നില്ല. അപ്പോഴാണ് കമൽ വന്ന്, എന്താ മനു നീ ജോലിക്കൊന്നും പോവാത്തത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അന്നേരത്ത് മനു പറയുന്നുണ്ട്, അമ്മ ഒന്ന് പൊയ്ക്കേ, കുറച്ച് സമാധാനം താ. നിനക്ക് സമാധാനമില്ലാത്ത എന്ത് കാര്യമാണ് ഞാൻ ഇപ്പം നിന്നോട് പറഞ്ഞത്? അമ്മ ദേ എൻ്റെ മൂടത്ര ശരിയല്ല, അമ്മ ഇപ്പോൾ പോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. ദേ ആ അലീനെ വിളിച്ചിട്ട് കിട്ടാത്തതിന് സങ്കടമല്ലേ നീ ഇപ്പം കാണിക്കുന്നത്? അതെ, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി വേണമെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യും. അതിന് അമ്മയ്ക്ക് എന്താ? അവളിപ്പോൾ ഏതോ ഒരു വലിയ വീട്ടിലെ സാറിൻ്റെ വേലക്കാരിയാണെന്ന് കേട്ടു. അതിൻ്റെ നെങ്കളിപ്പായിരിക്കും പെണ്ണിനെ. എൻ്റെ പൊന്നമ്മേ ഒന്ന് മിണ്ടാതെ പോകുന്നുണ്ടോ? അങ്ങനെ മനു പറഞ്ഞ ഡോറങ്ങ് അടക്കാട്ടോ. മനു പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് താഴേക്ക് വരുന്ന കാണുമ്പോൾ കമല ചോദിക്കും, ദേ ഞാൻ ഡ്രസ്സും ചെയ്തോ? ദേ കാപ്പി കുടിക്കണം, നീ എവിടേക്കാണ് പോകുന്നത്? അമ്മേ ഇപ്പം എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് നേരെ കുളത്തുപുഴയിലേക്കാണ് പോകുന്നത്. അങ്ങനെ കുളത്തുപുഴയിലേക്ക് അലീനെ കാണണം, ഒരു തീരുമാനം എടുക്കണം. പറ്റുമെങ്കിൽ അവളെ എൻ്റെ കൂടെ ഞാൻ കൂട്ടും. സ്റ്റാലിൻ ജോസഫ് എന്നല്ല, ഏത് ഭീകരം വന്നാലും എൻ്റെ പെണ്ണിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന മനസ്സോടെയാണ് ആ സമയം പോകുന്നത്. അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ കുളത്തുപുഴയിലേക്ക് എത്തുന്ന കേട്ടോ. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. അവിടെ വന്ന് ഹോൺ അടിക്കുന്നുണ്ട്. ആൻ്റപ്പൻ വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. ആ സമയം ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗേറ്റ് തുറക്കാൻ ഇത്ര താമസം? മനുവിനെ കണ്ടതും ആൻ്റപ്പന് മനസ്സിലാവാണ് അലീനയുടെ ആളാണ്. നിങ്ങളാണോ? ഇങ്ങോട്ട് കയറരുത്, സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കേണൽ സാബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇങ്ങോട്ട് കടത്തി വിടരുതെന്ന്. അതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചിട്ടത്. എനിക്ക് അലീനെ കാണണം. അലീനെ കാണാൻ പറ്റത്തില്ല, അവരിവിടെ ഇല്ല. നിങ്ങൾ കള്ളം പറയണ്ട, എനിക്കറിയാം. അങ്ങനെ മനു ഗേറ്റിങ്ങെ തന്നെ കാർ നിർത്തിക്കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് കോളിംഗ് ബെൽ അമർത്തുന്നുണ്ട്. അലീനയെ അവിടെ കാണുന്നില്ല കേട്ടോ. എൻ്റെ കുഞ്ഞെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അലീനയില്ല, അവളുടെ പപ്പയുമില്ല. അവരെവിടെ പോയി? അതെനിക്കറിയത്തില്ല. എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയില്ല. എന്നാൽ അവരെപ്പോഴാണ് വരുന്നത് അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. അങ്ങനെ മനുവിന് നേരത്തെ തന്നെ നായ്ക്കൾക്കൊക്കെ പരിചയമുണ്ട്. അലീനയുടെ സ്നേഹിതനാണെന്ന് ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ നായ്ക്കളെല്ലാം അടങ്ങി ഒതുങ്ങി ഇരിക്കാട്ടോ. അങ്ങനെ മനു ആ സിറ്റൗട്ടിൽ തന്നെ അലീനയും കാത്തു നിൽക്കുകയാണ്. സദ്യയായിട്ടും അവരെ കാണുന്നില്ല. എൻ്റെ കുഞ്ഞെ എന്തെങ്കിലും കഴിക്ക്, അവരിന്ന് വരുമെന്ന് തോന്നുന്നില്ല. അവരെപ്പോൾ വരുമെങ്കിലും വരട്ടെ. ഞാനിവിടെ ഉള്ള കാര്യം എന്തായാലും നിങ്ങളെ കേണൽ സാബിനെ വിളിച്ച് അറിയിച്ചു കാണുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഏറെ വൈകി ഒരു രാത്രി 10 മണിയാകുമ്പോഴാണ് അലീനയും സ്റ്റാലിൻ ജോസഫും കൂടെ കയറി വരുന്ന കേട്ടോ. അലീന സങ്കടത്തോടെ മനുവിനെ നോക്കുന്നുണ്ട്. എപ്പോഴോ വന്നൊരു ഇരുത്താണെന്ന കാര്യം ആ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലാവുക. മനുവിടെ ദെപ്പ വന്നു എന്നൊരു ഭംഗി വാക്ക് ചോദിക്കുമ്പോൾ മനു ഒന്നും വേണ്ടാതെ തല താഴ്ത്തി നിൽക്കാം. ആൻ്റപ്പം അങ്ങോട്ട് വരുന്നു. എൻ്റെ കുഞ്ഞെ എത്ര പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. കാലത്ത് എത്തിയതാണ്, ഇതുവരെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സ്റ്റാലിൻ അവൻ്റെ അരികിലേക്ക് വന്ന്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അലീനെ കാണാൻ വരരുതെന്ന്, അലീനയോട് മിണ്ടാൻ നീ ശ്രമിക്കരുതെന്ന്. അതിന് ഞാൻ സ്റ്റാലിൻ ജോസഫ് അല്ലല്ലോ. അത് കേട്ടോടനെ മടങ്ങിപ്പോവാനേ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് വേണം. നിങ്ങൾ 14 വർഷം മുമ്പ് ഇത് തന്നെയല്ലേ ചെയ്തത്? വൈജയന്തി എന്ന എൻ്റെ ആൻറ്റിയെ നിങ്ങൾ പ്രണയിച്ചു. ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങ് അന്വേഷിച്ചു വന്നോ? ഇല്ലല്ലോ. അതിനിപ്പോൾ അന്വേഷിച്ചു വന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അത് വിട്ടുപോയില്ലേ? അതുപോലെയല്ല ഈ മനുശങ്കർ. ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ. പക്ഷേ നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല. സ്നേഹിച്ചും സ്നേഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ ആൻറ്റിയെ ചതിച്ച് ഒരു പടുകുയിലേക്ക് തള്ളിയിട്ടത്, ഇവളെ അനാഥയാക്കിയത്. അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്ത ആ ഒരു സമയം മുതൽ ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പണം കണ്ടിട്ടോ മറ്റൊന്നും കണ്ടിട്ടല്ല. അവളോട് എനിക്ക് തോന്നിയ ആത്മാർത്ഥ സ്നേഹമാണ്. അപ്പോഴും സ്റ്റാലിൻ ജോസഫ് എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. ശരിയാണ്, ഇവൻ്റെ തൻ്റെയോടും ചൊറുചൊറുക്കും അന്നും തനിക്കും ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം വൈജിയെ അന്വേഷിച്ച് പോകുമ്പോൾ ഗംഗാധര മേനോൻ്റെയും കുഞ്ഞിരാമൻ്റെയും എല്ലാം മറുപടി കേട്ട് താൻ മടങ്ങി പോരുമായിരുന്നു. ഇവൻ കാണിച്ച ധൈര്യം പോലും അന്ന് തനിക്കുണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം അയാളുടെ ഉള്ളിൽ വരെ. അലീനെ ഇവൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ഒന്നും മിണ്ടാതെ അകത്തേ കയറിപ്പോകുന്നു. മനുവേട്ട എന്തെങ്കിലും കഴിക്ക് വാ എന്ന് പറഞ്ഞ് അലീന കൈ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആൻ്റപ്പൻ ചേട്ടനും ഭക്ഷണം വിളമ്പി കൊടുക്കാൻ മനു ഭക്ഷണം കഴിക്കുന്നില്ല. എനിക്കെന്നെ അറിയാനുള്ളൂ, നീ എന്നെ വിട്ടു പോവോ അല്ലെങ്കിൽ ഈ നിമിഷം നീ എൻ്റെ കൂടെ വരണം. നിനക്കതിന് കഴിയോ? എന്താ മനുവേട്ട ഇത്? അതിനെനിക്കൊരിക്കലും കഴിയില്ല. മനുവേട്ടന് എനിക്ക് സ്നേഹമുണ്ട്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അത് കരുതി എനിക്ക് എൻ്റെ പപ്പയെ വെറുപ്പിക്കാനോ പപ്പയെ സങ്കടപ്പെടുത്താനോ എനിക്കായില്ല. ഈ പപ്പ നിനക്ക് എന്നുണ്ടായി എന്ന് ദേഷ്യത്തിൽ ചോദിക്കാണ്. അപ്പോഴേക്കും കേണൽ സാബ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ
എടാ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങി പോവാൻ നോക്ക്. എനിക്ക് നിങ്ങളെ അലീനയോടുള്ള എനിക്ക് സംസാരിക്കണം. അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ ഇല്ലയോ അതെനിക്കറിയണം. അതൊരിക്കലും സാധ്യമല്ല. എന്നാലേ ഇവൾ എൻ്റെ പെണ്ണ, ഞാൻ ഇവളെയും കൊണ്ട് പോവൂ എന്ന് പറഞ്ഞ് അലീനയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ ഒരു തോക്കെടുത്തിട്ട് സ്റ്റാലിൻ അവൻക്ക് നേരെ നീട്ടാം. നീ ഇവളെ കൊണ്ടുപോകുമോ? ആ നിമിഷം നിന്റെ നെഞ്ചിലോട്ട് ഈ നിറയൊഴിക്കും ഞാൻ എന്ന് പറയുന്നുണ്ട്. പപ്പ എന്തായി കാണിക്കുമെന്ന് ചോദിച്ച് അലീന ഓടി വന്ന് ആ ഒരു തോക്കിൻ പിടിച്ച കൈ പിടിച്ച് വലിക്കാട്ടോ. അടങ്ങി നിൽക്ക് അലീന, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇവൻക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പപ്പ പ്ലീസ്, നിങ്ങൾ അനാഥയായി നിന്നപ്പോൾ ഞാൻ 24 വർഷം ഒരു അനാഥയത്തിൽ ജീവിച്ചു. അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ? എന്നാൽ അവിടെ നിന്നെല്ലാം എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് ഈ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഇവിടെ വാക്ക് പറയുന്നു. പപ്പ ആരെക്കൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചാലും അതിനൊന്നും അലീനയ്ക്ക് സമ്മതമല്ല. അലീനയുടെ ഭാവമാറ്റം കണ്ടതും സ്റ്റാലിൻ ജോസഫ് നെട്ടി അവളെ നോക്കുന്നുണ്ട്. എന്താ നീ പറഞ്ഞത്? നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? അതെ, ഇത് അഹങ്കാരമല്ല. ഈ മനുഷ്യനോട് ഞാൻ കാണിക്കുന്ന സ്നേഹവും കരുതലുമാണ്. ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ എന്നും ഞാൻ ആത്മഹത്യ ചെയ്യായിരുന്നു. പല പ്രതിസന്ധികളും തൻ്റെ കൂടെ നിന്ന് തന്നെ തരണം ചെയ്ത് തൻ്റെ കൂടെ നിർത്തിയവനാണ്. ഇത്രയും കാലം എന്നെ സ്നേഹമാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും. എന്നാലും ഒരു മതിലിനപ്പുറം എനിക്കറിയായിരുന്നു എന്നെ ഇഷ്ടമാണെന്നും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും. പക്ഷേ അതിന് ഞാനൊരു അനാഥയാണെന്നല്ലോ ഓർത്തിട്ട് ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നേക്കാൾ എത്രയോ യോഗ്യതയുള്ള പെൺകുട്ടി ഇദ്ദേഹത്തിന് കിട്ടും എന്ന് പറയാണ്. അലീന, നീ വാ, നമുക്ക് പോവാം. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവൾ എൻ്റെ പെണ്ണാണ്, ഞാൻ ഇവളെ കൊണ്ടുപോയിരിക്കും. അലീനയുടെ കൈ പിടിച്ച് അമ്മാനു പോവാൻ നിൽക്കുന്നുണ്ട്. നിൽക്ക് എന്ന് പറയണം. അന്നേരത്ത് നിൻ്റെ അച്ഛനും അമ്മയും ഇതിന് സമ്മതിക്കോ? അവരിവിടെ വന്ന് എന്നോട് പെണ്ണ് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ നിനക്ക് അലീനെ കെട്ടിച്ചു തരാം. പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വരണം. നിൻ്റെ അമ്മ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തണ്ടേ? വീട്ടുവേലക്കാരിയെ സ്വന്തം മകന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരിക്കലും നിൻ്റെ അമ്മ തയ്യാറാവില്ല. വരും. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചാൽ എനിക്കെൻ്റെ അലീനെ വിവാഹം കഴിപ്പിച്ചു തരുമെന്ന് ഉറപ്പാണോ? അതെ, അവർ വന്ന് ചോദിക്കണം. അവരെല്ലാ സകല തെറ്റുകളും എന്നോട് മാപ്പ് പറയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ആ വാക്കും കേട്ട് അലീനയോട് യാത്ര പറ. പോട്ടെ അലീന, ഞാനിവിടെ വന്നതൊന്നും നിനക്ക് വേണ്ട, നിന്നെ കാണാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാ, സോറി എന്നവൻ സോറി പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിൻ്റെ അടുത്ത് വന്നും സോറി, ഇങ്ങനൊന്നും ഞാൻ വിചാരിച്ചതല്ല, പെരുമാറണമെന്ന് സകല നിയന്ത്രണം വിട്ടുപോയി. എൻ്റെ വീട്ടുകാർ എന്നെ വിവാഹം ആലോചിക്കുന്നുണ്ട്. എന്നാൽ അലീനയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നൊരു ദൃശ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പോയെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് പോകുമ്പോൾ സങ്കടത്തോടെ അലീന അച്ഛനെ നോക്കുന്നുണ്ട്. എന്താ നിനക്ക് മതിയായില്ലേ അവൻ്റെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയപ്പോൾ? പപ്പ അങ്ങനെ പറയരുത്. മനുവേട്ടനും എന്താണെന്നും പപ്പ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരെയും സങ്കടപ്പെടുത്താൻ എനിക്കാവില്ലെന്ന് പറഞ്ഞ് അലീന റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. മനുവിൻ്റെ മനസ്സിൽ നേരിയ ആശ്വാസമാണ്. തൻ്റെ വിവാഹം കഴിക്കണം. അച്ഛൻ വന്ന് ഈ സ്റ്റാലിൻ ജോസഫിനോട് സംസാരിച്ചാൽ അലീനയെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരും. പോകുന്ന വഴിക്ക് ബാലചന്ദ്രനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുക മനു, വേലക്കാരെ വിവാഹം കഴിപ്പിച്ചു തരാൻ അവിടേക്ക് ചെന്ന് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിൻ്റെ അമ്മയും സത്യങ്ങളൊക്കെ അറിയും. എന്നാലും സത്യങ്ങളൊക്കെ അറിയില്ലേ അങ്കിളെ? എന്തായാലും നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ ബാലചന്ദ്രൻ ഒരു പമ്പരവിദ്യയായി എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ദൈവം ആയുസ് നീട്ടിത്തരാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗംഗാധരമേനെ വിളിച്ച്, വല്യച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? ഞാൻ അലീനയെ വിവാഹം കഴിക്കുന്ന കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നല്ലോ. സ്റ്റാലിൻ ജോസഫ് അതിന് എതിർപ്പായിരുന്നു. പക്ഷേ അയാൾ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ വന്ന് അലീനയെ പെണ്ണ് ചോദിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ അതിൽ ഞാൻ സമ്മതിക്കാമെന്ന്. അതിപ്പോൾ നിൻ്റെ അമ്മ അതിന് എതിർപ്പായിരിക്കില്ലേ? അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരില്ലേ? പക്ഷേ അതല്ലാതെ മറ്റൊരു വഴിയില്ല. അലീനയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. അതിന് ഇതറിഞ്ഞ കമല പൊട്ടിത്തെറിക്കാട്ടോ. പറ്റില്ല, ഒരു വീട്ടുവേലക്കാരിയെ വിവാഹം കഴിക്കാൻ അവൾ ജോലി ചെയ്യുന്ന വീട്ടിലെ മുതലാളിയുടെ അടുത്തേക്ക് പോകാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? പറ്റില്ല മനു. ഇനിയിപ്പോൾ അവൾ സ്വർണ്ണക്കൊട്ടാരുള്ള പെണ്ണാണെന്ന് പറഞ്ഞാലും അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അലമുറ ഇടുന്നുണ്ട് ഈ ഒരു കമല. ആ സമയം കമല എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഗംഗാധരനും ശിവനും കൂടെ കുളത്തുപുഴയിലേക്ക് പോവുക. അങ്കിളുമാരെ കണ്ടതും അലീന സന്തോഷത്തോടെ അവർക്കരികിലേക്ക് ഓടി വരുന്നുണ്ട്. അങ്കിളുമാരെ, നിങ്ങളിത് എന്തൊട്ടും പ്രതീക്ഷ സർപ്രൈസായി.
സ്റ്റാലിൻ ജോസഫ് ഇല്ലേ മോളെ ഇവിടെ? ആ ഉണ്ട് പപ്പ മുകളിലുണ്ട്. അങ്ങനെ സ്റ്റാലിൻ ഇവരുടെ മുമ്പിലേക്ക് വരികയാണ്. അവരുടെ പുച്ഛത്തോടെ നോക്കുന്നുണ്ട്. എൻ്റെ ജീവിതം തരിപ്പണമാക്കിയതും എൻ്റെ മോളുടെ ജീവിതം അനാഥായത്തിലാക്കിയതും നിങ്ങൾ ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്. ഇപ്പോൾ എന്തിനാണോ എത്ര തവണ ഞാൻ വന്ന് നിങ്ങളോട് ചോദിച്ചു വൈജിയെക്കുറിച്ച്? അന്ന് നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരുമായിരുന്നില്ലേ? നിങ്ങൾ ഏതോ ഓർഫനേജിൽ ഒളിപ്പിച്ചു. സ്റ്റാലിൻ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവൾ ജീവിച്ചിരിപ്പുള്ള കാര്യം. അവൾ മരിച്ചുപോയെന്ന ഞങ്ങളുടെ അമ്മാവൻ പറഞ്ഞത്. എന്തൊക്കെയായാലും നിങ്ങളുടെ നാടകം കൊള്ളാം. ഇപ്പോഴെങ്കിലും എൻ്റെ മോൾ എൻ്റെ കയ്യിൽ വന്നത് ദൈവവിധിയാണ്. ദൈവമുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് തീർച്ചയായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റാലിൻ പറയും, സത്യം പറയാലോ, ഇവളുടെ അവൻ്റെയും പിടിവാശി കൊണ്ട് മാത്രമാണ് ഞാനതിന് സമ്മതിച്ചത്. പക്ഷേ മനുവിൻ്റെ അമ്മ എവിടെ? നിങ്ങൾക്ക് സത്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എൻ്റെ മകളെ? അവൾ ആ വീട്ടിൽ നിർത്തും എന്താ ഉറപ്പ്? ഒരു വേലക്കാരുടെ സ്ഥാനം പോലും നിങ്ങളുടെ ഭാര്യ കൊടുക്കില്ല. പക്ഷേ എന്താ, എനിക്കൊരിക്കലും ചതിയന്മാരുടെ കുടുംബത്തിലേക്ക് എൻ്റെ മകളെ പറഞ്ഞു വിടാൻ യാതൊരു താല്പര്യമില്ല. മനു നിങ്ങളെപ്പോലെയല്ല, നല്ലവനാണെന്ന് തോന്നിയതുകൊണ്ടാ പിന്നെ ഞാൻ ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ പറയുക, എൻ്റെ മകൾക്ക് എന്ത് ഗ്യാരണ്ടി ആ വീട്ടിലുള്ളത്? കമല ഇവിടെ വരണം, എന്നിട്ട് എൻ്റെ കാൽ തൊട്ട് അവൾ എൻ്റെ മകളെ ചോദിക്കുന്ന ആ ഒരു നിമിഷം മനുവിന് ഞാൻ തരൂ എന്ന് വാശി പറയുന്നുണ്ട്. അങ്ങനെ നിരാശയോടെയാണ് ശിവനും ഗംഗാധരനും കൂടെ തിരികെ പോകുന്നത്. അലീനയോട് യാത്ര പറഞ്ഞ് അലീനയും മനുവും എന്നേക്കുമാവോ പിരിയുമോ എന്നൊരു സങ്കടത്തിൽ അവൾ ചങ്ക് തകർന്ന് അവരുടെ ആ പോക്ക് നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി സീനൊക്കെയാണ് കേട്ടോ പിന്നീട് വരുന്നത്.